ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് കനകമ്മ. 45 വയസ്സുണ്ട്. എൻ്റെ ജീവിതം കുറച്ച് വ്യത്യസ്തമാണ്. 20ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. വീട്ടുകാർക്ക് എങ്ങനെയെങ്കിലും എന്നെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കാരണം സാമ്പത്തികമില്ലായ്മയാണ്. കാണാൻ സുന്ദരിയായതുകൊണ്ട് അവരുടെ മോഹം നടന്നു. പക്ഷേ ഭർത്താവിൻ്റെ കൂടെ 2 വർഷം മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റിയുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ഹൃദ്രോഗമുണ്ടായിരുന്നത് മറച്ചു വെച്ചുകൊണ്ടാണ് കല്യാണം കഴിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ എൻ്റെ വീട്ടുകാർ അനുവദിക്കില്ല. അതുവഴി എവിടേക്കെങ്കിലും പോകാൻ പറഞ്ഞു. എനിക്ക് എവിടെ പോകണമെന്നറിയില്ല. ഭർത്താവിൻ്റെ വീട്ടുകാർ 2-3 മാസമായപ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങിത്തരണമെന്ന് പറഞ്ഞു. മാഡം, വല്ലാത്തൊരവസ്ഥയായിരുന്നു. ആ സമയത്ത് ആരോട് പറയും, എങ്ങനെ പറയും, ഒന്നും അറിയില്ല. മിക്കവാറും ദിവസങ്ങളിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഉച്ചയാകുമ്പോൾ അടുത്തുള്ള ഒരു മതസ്ഥാപനത്തിൽ ഞാൻ പോകും. അവിടെ എപ്പോഴും ഉച്ചഭക്ഷണം സൗജന്യമായി കൊടുക്കുന്നുണ്ട്. അത് വയർ നിറയെ കഴിക്കും. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. അങ്ങനെ പോയപ്പോഴാണ് ഒരു ചേച്ചി എന്നെ പരിചയപ്പെട്ടത്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരും എന്നെപ്പോലെ സെയിം അവസ്ഥയുള്ള സ്ത്രീയാണ്, എങ്കിലും ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അവരെന്നോട് ഒരു ഉപദേശം പറഞ്ഞു. ഒരു ഭർത്താവായി കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞുവെന്ന് പെണ്ണുങ്ങൾ വിചാരിക്കരുത്. അതേപോലെ മകൾക്കൊരു ഭർത്താവിനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കടമകളും തീർന്നുവെന്ന് വീട്ടുകാരും വിചാരിക്കരുത്. സത്യം പറഞ്ഞാൽ വിവാഹത്തിൻ്റെ ഒരാവശ്യമില്ല. ഇനിയിപ്പോൾ നീ 2ാമതൊരു കല്യാണം കഴിക്കുകയാണ്. ആ ഭർത്താവ് മരിച്ചു പോയാൽ നീ എന്ത് ചെയ്യും? പിന്നെ അനാഥയായില്ലേ? അവനവൻ്റെ കഴിവ് വിശ്വസിക്കുക, അധ്വാനിച്ച് ജീവിക്കുക. ഞാൻ നിനക്ക് ഒരു വീട്ടിൽ ജോലിക്കാരിയായിട്ട് അവസരം ഉണ്ടാക്കിത്തരാം. നീ കല്യാണം കഴിക്കരുത്. കല്യാണം കഴിക്കുന്നത് അവിടുത്തെ സാറിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ? അല്ലടി, ബാധ്യതകളൊന്നുമില്ലാത്തൊരു സ്ത്രീയാണ് അദ്ദേഹം നോക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാഡം ആ വീട്ടിൽ ഞാൻ ചെന്നത്. ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ തീരെ ചെറുതായിരുന്നു. ഇപ്പോൾ അവർ വളർന്നു വലുതായി. കാലക്രമേണ ആ വീട്ടിൽ നിന്ന് അവരുടെ വിശ്വാസമൊക്കെ സമ്പാദിച്ചുകൊണ്ട് എനിക്കവർ അടുത്ത് തന്നെ ഒരു 5 സെൻറ്റ് സ്ഥലവും ചെറിയൊരു വീടും വെച്ച് തന്നു. അതുകൊണ്ട് ഞാൻ സംതൃപ്തയാണ്. ഒരുമാതിരി ഭേദപ്പെട്ട ഒരു ബാങ്ക് ബാലൻസും എനിക്കുണ്ട്. അവരുടെ വീട്ടിലെ ജോലിയല്ലാതെ ഞാൻ വേറെങ്ങും പോയിട്ടുമില്ല, ഒന്നുമില്ല. പിന്നെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ടുമില്ല. അതിന് കാരണം അവിടുത്തെ സാറിന് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ബിസിനസ്സുകാരനാണ്. മാഡം സർക്കാർ ഉദ്യോഗസ്ഥയാണ്. കുട്ടികളെ നോക്കിയാണ് എനിക്ക് മെയിൻ പണി. 2 കുട്ടികളെ ഞാനാണ് വളർത്തിയത്. അപ്പോൾ അതിനിടയ്ക്ക് കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ കാര്യം നടക്കില്ലല്ലോ. കുട്ടികളാണെങ്കിൽ എന്നോട് ഭയങ്കരമായിട്ട് അറ്റാച്ച് ആകുകയും ചെയ്തു. അങ്ങനെ അവിടുത്തെ മൂത്ത മകൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ഇളയവൾ നാട്ടിലാണ്. PG കഴിഞ്ഞിട്ട് ഒരു കമ്പനിയിൽ ജോലിക്ക് പോവുകയായിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായി മാഡം. തൽക്കാലം നമുക്ക് അവളെ ഗീതുമോളെന്ന് വിളിക്കാം. അവളാണെങ്കിൽ എന്നോട് പണ്ട് തൊട്ടേ വളരെ അടുപ്പമാണ്. ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും എൻ്റെ അടുത്ത് വരും. ഞാനൊരു ജോലിക്കാരിയാണെന്നുള്ള ഭാവം അവർക്കില്ല. പക്ഷേ മകനാണെങ്കിലും അവിടുത്തെ മാഡത്തിനും സാറിനുമൊക്കെ ഞാൻ ജോലിക്കാരിയാണെന്നുള്ള ഒരു ഭാവമുണ്ട്. ചില സമയത്ത് അധികാരം പ്രയോഗിക്കും. പക്ഷേ ഇവൾ അങ്ങനെയല്ല. ഇവൾക്ക് എന്നോട് വല്ലാത്ത അടുപ്പമാണ്. ഇളയ മോളാണല്ലോ, അതുകൊണ്ട് ഞാനും കുറച്ച് കൂടുതൽ ലാളിച്ചിട്ടുണ്ട്. അവർക്ക് 2 പേർക്കും അവളെ നോക്കാനൊന്നും വലിയ സമയമോ സൗകര്യമോ ഇല്ലായിരുന്നു. എങ്കിലും ഭയങ്കര സ്ട്രിക്റ്റായിട്ടാണ് 2 കുട്ടികളോട് പെരുമാറുന്നത്. അവൾക്കാണെങ്കിൽ ആ സ്ട്രിക്ട്നെസ് ഒന്നും ഇഷ്ടമല്ല. പാറി പറന്ന് നടക്കാനാണ് ഇഷ്ടം. അവൾ കോളേജിൽ പഠിക്കുമ്പോഴേ ഒരു ചെക്കനുമായിട്ട് വലിയ ഇഷ്ടമായിരുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്ത ദിവസങ്ങളിൽ ആ ചെക്കനെ വിളിച്ചുകൊണ്ട് ഇവിടെ വരുമായിരുന്നു. ഞാനത് കണ്ണടയ്ക്കും. അവളുടെ സഹോദരനില്ലാത്ത സമയത്താണ് അവൾ ആ ചെക്കനെയും കൊണ്ട് വരിക. അവൾക്ക് വലിയൊരു താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനെ വിളിച്ചുകൊണ്ട് വരിക. ഞാൻ പറയും, മോളെ റിസ്ക്കാണ്, അവിടെയും ഇവിടെയൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നു. അപ്പോൾ അവളിനോട് പറയും, ഒരു കാര്യം ചെയ്യ്, ഞാനും അവനും കൂടെ ചേച്ചിയുടെ മുറിയിൽ ഇരുന്നോളാം. ചേച്ചി അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ 2 പേരും കൂടെ ചേച്ചിയുടെ മുറിയിലിരുന്ന് സംസാരിച്ചോളാമെന്ന്. ഞാൻ പറയും, സംസാരം മാത്രമേ പാടുള്ളൂ, അതിന് കടക്കരുതെന്ന്. പക്ഷേ ഒരു ദിവസം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവളാണ് മുൻകൈ എടുത്ത് ചെക്കനെ കൊണ്ട് പോപ്പോയൊക്കെ. അപ്പോഴെനിക്ക് മനസ്സിലായി, ഇവൾ ഒരു നടക്കി പോകുന്ന വിത്തല്ല. കാര്യം ഇത്തിരി ഇളക്കക്കാരിയാണ്. ഇവൾ എവിടെ പോയി അവസാനിക്കും? ഇവനെ മാത്രമേ പ്രേമിക്കുള്ളൂ, ഒന്നും അറിയില്ല. പതുക്കെ അതിന് കിടക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട മോളെ, അബദ്ധം പറ്റും. നിൻ്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെയും കൂടെ അവർ കുരിശിലേറ്റുമെന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല ചേച്ചി എന്ന് പറഞ്ഞാണ് 2 പേരും കൂടെ എൻ്റെ മുറിയിൽ കഥ കടയ്ക്കുന്നത്. 1 മണിക്കൂർ 1.5 മണിക്കൂറാണ്. എൻ്റെ മുറിയൊക്കെ മണിയറയാക്കുന്നത് കൊള്ളാം. പക്ഷേ മോളെ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, കുഴപ്പമൊന്നും വരുത്തി വെക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഡിഗ്രി തീരുന്നതിന് മുമ്പ് തന്നെ അവൾക്ക്
പണി കിട്ടി. എന്നോട് വന്ന് കരഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഡോക്ടറെ എങ്ങനെ കാണും? നിനക്ക് ഇത്രയും കിടന്ന് അഹകരിക്കുമ്പോൾ അറിയില്ലേ ഏത് ഡോക്ടറെ കാണണം, എങ്ങനെയാണ് എന്നൊക്കെ? നിൻ്റെ കാമുകൻ കൂടെ വരില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു, ചേച്ചി എൻ്റെ കൂടെ വാ പ്ലീസ്. എനിക്കാണെങ്കിൽ അവളുടെ മേൽ കുറച്ച് അധികാരമുണ്ട്. ചിലപ്പോൾ അമ്മമാരെ പോലെ ഞാനും പെരുമാറും. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിൽ വലിയ ബഹുമാനമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അവസാനം അവൾ കാമുകനും കൂടി ഏതോ ഒരു ഡോക്ടറെ കണ്ടുപിടിച്ചു. പക്ഷേ കൂടെ അമ്മയാണെന്ന് പറഞ്ഞ് എന്നെ ഒരുക്കി കെട്ടി അവൾ കൊണ്ടുപോയി. പിന്നെ ഡോക്ടറോട് അമ്മയാണെന്നുള്ള മട്ടിൽ ഞാൻ കരഞ്ഞൊക്കെ പറഞ്ഞിട്ടാണ് അത് റെഡിയാക്കി തന്നത്. പിന്നെ അവൾക്കൊരു മിടുക്കുണ്ട്. എന്നെ അവളുടെ അമ്മയാണെന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യാൻ അവൾക്ക് ഒരു മടിയുമില്ല. കാര്യം ജോലിക്കാരിയാണെങ്കിലും അവൾ ആഭരണങ്ങളൊക്കെ തന്ന് എന്നെ ഒരുക്കി നല്ല സാരി ഉടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളുടെ അമ്മയാണെന്നല്ല, വേണമെങ്കിൽ കുഞ്ഞമ്മയാണെന്ന് പറയും. സൗന്ദര്യം എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും ഒരു ഉപകാരമാകുമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നിനക്കെന്താ മോളെ എന്നോട് ഇത്ര സ്നേഹം ചോദിക്കുമ്പോഴേക്കും അവൾ പറയും, എന്തായാലും എന്നെ കുറച്ചൊക്കെ വളർത്തി. അത് മാത്രമല്ല, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സുന്ദരിയാണ്, അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ അടുപ്പം. സൗന്ദര്യമില്ലായിരുന്നെങ്കിൽ നീ വേലക്കാരി എന്നെ അംഗീകരിക്കില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറയും, ഇല്ല അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കും. എന്തായാലും ഈ സംഭവം കഴിഞ്ഞതോടുകൂടി പുള്ളിക്കാരിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ആ ചെക്കനുമായിട്ട് ഉടക്കി ആ പ്രേമം കാറ്റിൽ അലിഞ്ഞുപോയി. പിന്നെ കുറച്ച് നാളത്തേക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. PG ഒക്കെ അവസാന വർഷമായി കഴിഞ്ഞപ്പോഴേക്കും വേറെ ചെക്കനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞു, ഈ വട്ടം ഞാൻ ഇതിനൊന്നും സമ്മതിക്കില്ലെന്ന്. എങ്കിലും കെഞ്ചിയൊക്കെ പറഞ്ഞിട്ട് ഒരു 5-6 വട്ടം എൻ്റെ റൂം തന്നെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ പ്രേമവും പോയി. അവൾക്ക് ജോലി കിട്ടി. പിന്നെ സാറും മാഡം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ കല്യാണം നടത്തില്ല. അങ്ങനെയാണ് അവളുടെ കല്യാണം നിശ്ചയിച്ചത്. ഇവളെ കാണാൻ ഏകദേശം 12ഓളം ചെക്കന്മാർ വന്നു. പക്ഷേ അവരെയൊന്നും ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. 12ാമത്തെ ചെറുക്കനെയാണ് ഇഷ്ടപ്പെട്ടത്. കാര്യം അവളുടെ സൗന്ദര്യത്തിൽപ്പെട്ട ആളൊന്നും അല്ലത്രേ. അതിൻ്റെ പേരിൽ അവിടെ സാറും ഭാര്യയും ഇവളും തമ്മിൽ നല്ല വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇവള് ഒരു റിബലാണല്ലോ, അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെയുണ്ട്. ഈ ചെറുക്കനെ കണ്ടപ്പോൾ അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി ഞാനത് പൊളിക്കും. കാര്യം നല്ലൊരു ഉശിരൻ ചെറുക്കനാണ്. ഞാൻ പ്രതീക്ഷിച്ച എല്ലാം അവനിലുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, അതന്നെ നിനക്ക് മനസ്സിലായി. നിനക്ക് സാധാരണ ഒരു ടെസ്റ്റ് ഡോസ് നടത്തി പരിചയമുള്ളവളല്ലേ, അപ്പോൾ ഒന്നും കാണാതെ അവനെ കയറി നല്ലവനാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവസാനം നീ പ്രശ്നക്കാരിയായിട്ട് അവിടെ മാറുമേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ എൻ്റെ ചേച്ചി, കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനുമായിട്ട് അങ്ങനെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് സംശയമാകും. ഞാനിപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഞാനൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചതിൽ എനിക്ക് തോന്നുന്നത് കനപ്പെട്ട വിലപ്പെട്ട പല കാര്യങ്ങളുമുള്ള ഒരു മനുഷ്യനാണ്. പണമടക്കം പലതും. ഞാൻ പറഞ്ഞു, ഉണ്ടെങ്കിൽ കൊള്ളാം. കാര്യം നിനക്ക് 2 കാമുകന്മാരുണ്ടായിരുന്നു, അവരെ 2 പേരെയും നീ ഉപേക്ഷിച്ചതാണ്. അപ്പോൾ അവൾ പറഞ്ഞു, 2 കാമുകന്മാരല്ല, എനിക്ക് അതിലും കൂടുതലുണ്ടായിരുന്നു. പക്ഷേ പാവങ്ങളായതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ഞാൻ പറഞ്ഞു, പാവമാണെങ്കിലും അല്ലെങ്കിലും മോളെ, കല്യാണം കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നീ കുടുംബിനിയായി ജീവിക്കണം. വെറുതെ നടന്നപ്പോൾ ആണുങ്ങളുടെ തോളെ കയറി നടക്കാം, പക്ഷേ അതുപോലെയല്ല ഭർത്താവാകുമ്പോൾ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, പിന്നെ ഭർത്താവിന് എന്താ പ്രത്യേകത? എന്തായാലും ചേച്ചി ഭയക്കുന്ന പോലെ ഒന്നും നടക്കില്ല. ഇങ്ങനെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊള്ളാമെന്നും. അല്ലെങ്കിൽ ചേച്ചിക്ക് ഈ കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഏതോ ഒരാളുടെ കൂടെ 2 വർഷം താമസിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ആണുങ്ങളെ കണ്ടിട്ടുമില്ല, കേട്ടുമില്ല. ഈ കാര്യങ്ങളിലൊന്നും ആധികാരികമായി ചേച്ചിയല്ല അഭിപ്രായം പറയേണ്ടത്, അത് എക്സ്പീരിയൻസ് ഉള്ളവർ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുകയും വേണ്ട. ഞാൻ ഈ വീട്ടിൽ ഇവിടെ കാണാൻ താമസിച്ചോളാം എന്ന് പറഞ്ഞു. എന്തായാലും അവളുടെ കല്യാണം നടന്നു. ഗീതമോൾ നല്ല സന്തോഷവതിയായിരുന്നു. എനിക്ക് സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. കാര്യം ഈ വീട്ടിൽ എന്നെ വേലക്കാരിയായിട്ട് പരിഗണിക്കാത്തത് അവൾ മാത്രമേ ഉള്ളൂ. എങ്കിലും അവൾ അടിക്കടി വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ അധികം ദൂരമൊന്നുമില്ല, 10-30 കിലോമീറ്റർ ഉള്ളൂ ഭർത്താവിൻ്റെ വീട്ടിലേക്ക്. അടങ്ങി ഒതുങ്ങി ഭർത്താവിൻ്റെ വീട്ടിലെ ജോലിയും ചെയ്ത് ഭർത്താവിനെ സേവിച്ച് നിൽക്കുന്ന ടൈപ്പല്ല അവൾ. അവൾ അവളുടെ വീട്ടിലേക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വരും. അതെനിക്ക് നന്നായിട്ടറിയാം. പിന്നെ കൂടുതലൊന്നും പറയാനും പറ്റില്ല. ജോലി ചെയ്യുന്ന വീട്ടിലെ മോളല്ലേ. നമ്മൾ എത്ര അധികാരം ഭാവിച്ചെന്ന് പറഞ്ഞാലും നമ്മളുടെ സ്വന്തം മോളല്ലല്ലോ. അതുകൊണ്ട് ഞാനും അതിൻ്റെ റിസൾട്ടുകളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. കല്യാണത്തിന് അവൾക്ക് എന്ത് സമ്മാനം കൊടുക്കുമെന്ന് ഞാനിങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു. ഒരു സാരിയാണ് ഞാൻ കൊടുത്തത്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് കല്യാണമായി കഴിഞ്ഞു
കഴിഞ്ഞപ്പോഴേക്കും അവൾ എനിക്ക് 10-50,000 രൂപ വിലയുള്ള ഒരു ഫോണാണ് വാങ്ങിത്തന്നത്. അത്തരം കാര്യങ്ങൾക്കൊന്നും അവിടെ പ്രശ്നങ്ങളില്ല. കാശ് ചിലവാക്കുന്നതിനോ എനിക്ക് കാശ് തരുന്നതിനോ ഒന്നും അവരത്ര പിശുക്കൊന്നും കാണിച്ചിട്ടില്ല. അത്യാധുനികമായ എല്ലാ സൗകര്യങ്ങളും എനിക്ക് പണ്ട് തൊട്ടേ ഈ വീട്ടിൽ ഉപയോഗിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ടായിരുന്നല്ലോ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ അവളെ വിളിച്ചു. പക്ഷേ അങ്ങനെ വിളിക്കാൻ പാടില്ല. എങ്കിൽ പോലും എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എങ്ങനെയാകും ആ വീട്ടിൽ ആ ചെക്കൻ പാവമായിരിക്കുമോ? ഇവൾ പാവമല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാലും ഞാൻ വളർത്തിയ കുഞ്ഞല്ലേ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എടുത്തില്ല. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഒരു ബന്ധുവീട്ടിൽ പോകാൻ തുടങ്ങിയാണ്. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. ഇന്നലെ ഞങ്ങൾ കിടന്നുറങ്ങിയെന്നും. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ നിൻ്റെ ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചാണെന്നാണോ? ഞാൻ ഓർത്തു എൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഞാൻ ഗീർവാണം അടിച്ചിട്ടല്ലേ അവിടുന്ന് പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചായിരിക്കും. രാവിലെ വിളിച്ചല്ലോ, ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഇന്നലെ ഒന്നുമില്ലായിരുന്നു. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് റിവ്യൂ പറയാമെന്ന്. ഞാൻ പറഞ്ഞു, ആ വീട്ടിൽ സുഖമാണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണെന്നും. സുഖമാണോ ദുഃഖമാണോ എന്ന് അറിയണമെങ്കിൽ ഭർത്താവ് പുറത്തെടുക്കണ്ടേ? എന്ത് സ്നേഹപ്രകടനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനും പൊട്ടിച്ചിരിച്ചു. ഇവള് ഒരു ഭർത്താവല്ല 10 ഭർത്താവിൻ്റെ കൂടെ പോയാലും നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഈശ്വര, ആ ചെറുക്കൻ മിടുക്കനാണെങ്കിൽ ഇവൾ അവിടെ നിൽക്കും, അല്ലെങ്കിൽ 10ാം പക്കം ഈ വീട്ടിലിരിക്കും. അന്നിവിടെ ഗുണമൊക്കെ സാറും ഭാര്യയും അറിയുമെന്ന് ഞാൻ ഓർത്തു. ഇവിടെ നിന്ന് കോലാഹലമായിരിക്കും. ഇത്ര നാൾ മകളെ പറ്റിയിട്ട് ഒന്നും ഓർക്കറിയില്ല. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി വമ്പൻ സീനാണ്. ഞാൻ ചോദിച്ചു എന്താണെന്ന്. എൻ്റെ അസസ്മെൻ്റ് ഒന്നും ശരിയായില്ല. എന്താ ശരിയാകാഞ്ഞത്? നീ അടിമുടി നോക്കി സ്കാൻ ചെയ്തിട്ടും എന്തോ വലിയ പിരമിഡ് കണ്ടുപിടിച്ചെന്നാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, പിരമിഡുമില്ല, ഒന്നുമില്ല, കാണാനുള്ള അഴകു മാത്രമേ ഉള്ളെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അഴകുള്ള ചക്കയിൽ ചുളയില്ലെന്ന് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞത് ശരിയായിരിക്കുമെന്നും. അതൊക്കെ തെറ്റാ. ചിലപ്പോൾ ചുളയോ ചകണിയോ വല്ല അതിനകത്ത് കാണുമായിരിക്കും. പക്ഷേ ഇവിടെ ഒന്നും വർക്കൗട്ട് ആകുന്നില്ല. അഴകുള്ള ചക്കയുണ്ട്, പക്ഷേ ചക്ക വർക്കൗട്ടായെങ്കിലല്ലേ ഉള്ളൂ ചേച്ചി നമുക്ക് ഗുണം. അതെന്താ നിന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവന് വർക്കൗട്ടാകാത്തത്? എനിക്കറിയില്ല. പാതി വിടരുമ്പോഴേ കൊഴിയുകയാണ് ചേച്ചി എന്ന് പറഞ്ഞു. ഒത്തിരി വട്ടം ട്രൈ ചെയ്തു, അതെല്ലാം പരാജയമായിരുന്നു എന്ന് പറഞ്ഞു. അത് കൊള്ളാം. അതെങ്ങനെ പരാജയമാകും? നിനക്കാണെന്നുണ്ടെങ്കിൽ 1-1.5 മണിക്കൂർ കാമകന്മാരുമായിട്ട് ചുറ്റിയടിക്കാൻ മെടിക്കുകയാണല്ലോ. ഉണരാത്തതിനെ ഉണർത്തിയെടുക്കാൻ നിനക്ക് എന്തെല്ലാം വിദ്യകൾ അറിയാം. ആ ചെക്കൻ ചിലപ്പോൾ നിന്നെപ്പോലാകില്ല. ആദ്യമായിരിക്കും ഭയങ്കര പേടിയും കാണും. കാര്യം നീ ഒരു സുന്ദരിയാണല്ലോ. ഭാര്യയെ ബോധിപ്പിക്കേണ്ട ആ ഒരു കടമ അവനുണ്ടല്ലോ. അതുകൊണ്ട് ആദ്യത്തെ കുറേ കാലം ആണുങ്ങൾക്കൊക്കെ അങ്ങനെയാണ്. പരാജയങ്ങളും വെപ്രാളങ്ങളും ഒക്കെ ആയിരിക്കും. നീ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കാട്ടാനൊന്നും പോകണ്ട. അഡ്ജസ്റ്റ് ചെയ്യേ, എല്ലാം ശരിയാകും. ആദ്യം എന്തും തുടങ്ങുമ്പോൾ ഒരു തടസ്സമായിരിക്കും മോളെ. ആ തടസ്സമൊക്കെ പിന്നെ അങ്ങ് മാറുമെന്നും. മാറിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരേണ്ടി വരും. ഈ വിവാഹബന്ധം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, സാറിനും മാഡത്തിനുമൊക്കെ ഭയങ്കര നാണക്കേടാകും. മോള് അവിടെ പിടിച്ചു നിൽക്ക്. ഭർത്താവിനോട് തുറന്ന് സംസാരിക്ക്. എന്താ കുഴപ്പമെന്ന്. അപ്പോൾ ഞാൻ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പഴയ കഥകളും കൂടി അറിയാതെ പറഞ്ഞു പോയാലോ? ഇത്രയും ഇടിക്കായി നിനക്ക് അങ്ങനെ അബദ്ധം പറ്റുമോ? നിൻ്റെ കഥകളൊന്നും പറയരുത്. അല്ലാതെ ചേട്ടൻ എന്താ പറ്റിയത്? എന്തുകൊണ്ടാണ് കുഴപ്പം? പാതി വഴിയിൽ വെച്ചിട്ട് എന്താ നിർത്തിപ്പോരുന്നത്? ചേട്ടനെ ഞാൻ സഹായിക്കണോ എന്ന് പറഞ്ഞ് നീ ഇവിടെ കൊണ്ടുവന്ന് ആൺകുട്ടികളുമായിട്ട് സല്ലപിച്ചില്ലേ? അതുപോലെ കുറച്ചൊക്കെ അങ്ങ് മുൻകൈ എടുക്കണം. അങ്ങനെ എടുത്താൽ എന്നെ സംശയിക്കില്ലേ? എന്ത് സംശയിക്കാനാ? ഹസ്ബൻഡ് അനങ്ങാതിരിക്കുമ്പോൾ ഭാര്യ അങ്ങോട്ട് ചെന്ന് ഒന്ന് തഴുകി സ്വാന്തനിപ്പിച്ച് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും പഴയ ഓർമ്മകൾ വരും. ഞാൻ ആക്രാന്തം കൂടി പെട്ടെന്ന് തന്നെ മുടിയാട്ടം നടത്തും. അതാ എനിക്ക് പേടി. അത് സാരമില്ല. ഭർത്താവിൻ്റെ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒന്ന് ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നീ ഇത്തിരി ഇറങ്ങിച്ചെന്ന് അവന് വേണ്ടി ഒന്ന് പ്രവർത്തിച്ചാലും ഒരു കുഴപ്പമില്ല മോളെ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ചെയ്താൽ എന്നെ സംശയിക്കില്ലേ? ഇത്രയും ചുരുങ്ങിയ കാലത്തിൽ ഒരു പെണ്ണും അങ്ങനെ തുടക്കം കുറിക്കില്ല. എനിക്ക് അതറിയാം. അത് കൊള്ളാമല്ലോ. എന്തായാലും അവനോട് സംസാരിക്കേ, ഞാൻ സഹായിക്കുകയാണ്. ചേട്ടന് എന്തൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചിട്ട് നീ അങ്ങ് തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചേച്ചി എന്നോട് ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കുന്നല്ലോ. 2 വർഷം ഭർത്താവിനോട് കഴിഞ്ഞിട്ട് എനിക്ക് സുഖവും സമാധാനവും ഉണ്ടായിട്ടില്ല എന്നാണല്ലോ പഴയ കഥകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോൾ എക്സ്പീരിയൻസ് പോലെയാണല്ലോ സംസാരിക്കുന്നത്. എൻ്റെ അച്ഛനുമായിട്ട് വല്ല ഡിങ്കോഗ്രാഫി ഉണ്ടായിരുന്നോ?
അയ്യേ, നീ നിൻ്റെ അച്ഛനെക്കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഞാനിപ്പോൾ അങ്ങ് ഒരുങ്ങിച്ച് നിന്നാലും പുള്ളി എന്നെ നോക്കുപോലുമില്ല. അല്ല, ചേച്ചിയുടെ പറച്ചിൽ കേട്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. ഇത്രയും നാളും ഞാൻ ചേച്ചിക്കല്ലേ ഉപദേശങ്ങളും വിസ്താരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ചേച്ചി എന്നോട് തിരിച്ചു പറഞ്ഞല്ലോ. അത് പിന്നെ ആവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം, ഒരു പ്രശ്നവുമില്ല. എൻ്റെ ഭർത്താവേ കെട്ടി 2ാമത്തെ ദിവസമല്ല മരിച്ചു പോയത്, 2 വർഷം കഴിഞ്ഞാൽ. വയ്യാത്ത ആളാണെങ്കിലും അത്യാവശ്യമൊക്കെ ഓക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അതങ്ങ് മറന്നുപോയി. ചേച്ചിയുടെ കഥനകഥ കേൾക്കുമ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല ഒരാളെ പോലെയാണ് തോന്നിയിട്ടുള്ളത്. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് നിങ്ങളുടെ കാര്യത്തിലും എന്ന് പറഞ്ഞ് അവളങ്ങ് കട്ട് ചെയ്തു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ മോളെ ചോദിക്കുമ്പോഴേക്കും ഞാനാണെ പറഞ്ഞു ഞാൻ അങ്ങോട്ടൊന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് ഒരു കൈ സഹായങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത്തിരി മെച്ചപ്പെടുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എങ്കിലും ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ ഇത് മുന്നോട്ട് പോകും തോന്നുന്നില്ല. മിക്കവാറും വിവാഹമോചനം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, പതുക്കെ പതുക്കെ ശരിയാകും. ചില ആണുങ്ങൾ സ്ലോ ആയിരിക്കും, സഹിക്കുക, ക്ഷമിക്കുക. ഒരു 2 വർഷമെങ്കിലും നോക്ക്, അത് കഴിഞ്ഞിട്ട് ശരിയല്ലെങ്കിൽ പോരാ. അത് മാത്രമല്ല, നിങ്ങളെക്കാളൊക്കെ പൂത്ത മണമുള്ള ചെക്കനാണ്. അവനാണെങ്കിൽ ഇത്തിരി പാവമാണ്. പിന്നെ വേറൊരു ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രൂരനാണെങ്കിൽ നീ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഒരു പാവത്താനാകുമ്പോഴേക്കും അവനെ അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ നിർത്തുക. പിന്നെ മോള് എൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മോള് ഇനിയും കണ്ടം ചാടും. അത് ശരിയാ, ചേച്ചി പറഞ്ഞത് ഞാൻ ആലോചിക്കാതിരുന്നില്ല. ഇങ്ങനെ സൈഡപ്പാക്കിയിട്ട് എൻ്റെ പഴയ രീതിയിലേക്ക് ഇറങ്ങി നടന്ന് ഒന്ന് അർമാദിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, തൽക്കാലം അടങ്ങി നിൽക്കുമെന്ന്. എന്തായാലും സ്നേഹം പുരട്ടിയുള്ള എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു. അവരുടെ അമ്മയുമായിട്ട് എന്തായാലും അവൾ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല, എനിക്കത് ഉറപ്പാണ്. എന്നെ അത്രയ്ക്ക് വിശ്വാസമാണ്. അവൾ ചീത്തയാണെങ്കിൽ കൂടിയും എനിക്കൊരിക്കലും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളുടെ കുട്ടിയെ പോലെയല്ലേ ഉള്ളൂ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ വീട്ടിൽ വന്ന് ഒരാഴ്ച നിൽക്കാൻ പോവുകയാണ്. ചേട്ടൻ ഇവിടെ ഇല്ല, ടൂറിന് പോവുകയാണ് എന്ന് പറഞ്ഞു. ബിസിനസ് ടൂറാണ്. ഓക്കെ എന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ എൻ്റെ അടുത്ത് വന്നു. അന്ന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് അവൾ എന്നോട് ഹൃദയം തുറന്ന് സംസാരിച്ചത്. ഭർത്താവിൻ്റെ പ്രോബ്ലംസ് ഇതുവരെയും സോൾവ് ആയിട്ടില്ല, കുറച്ച് മെച്ചപ്പെട്ടു, അത്രയേ ഉള്ളൂ. അതിന് കാരണം ഭർത്താവിൻ്റെ ചെറുപ്പകാലത്ത് അവരുടെ വീട്ടിൽ 10-40 വയസ്സിൽ കവിഞ്ഞ ഒരു സ്ത്രീ ജോലിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അവയെ ഏൽപ്പിച്ചിട്ടാണ് ബാക്കിയുള്ളവരെല്ലാം പോയിക്കൊണ്ടിരുന്നത്. ആ സ്ത്രീയുടെ സംരക്ഷണയിൽ ഇപ്പോൾ ഞാൻ മോളെ വളർത്തിയതുപോലെയാണ് അവൻ അവളെ വളർത്തിയിരുന്നത്. പക്ഷേ അതിനിടയ്ക്ക് എപ്പോഴോ ഇവർ 2 പേരും കൂടി മറ്റൊരു ലോകത്തേക്ക് പോയി. അങ്ങനെ ആ സ്ത്രീ പോകുന്നത് വരെ അവരുടെ കൺട്രോളിലായിരുന്നു അവൻ. അങ്ങനെ ആദ്യമായി എല്ലാം അറിഞ്ഞത് വീട്ടിലെ ആ സ്ത്രീയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അവന് 40 വയസ്സിന് മുകളിലുള്ള ആൻറ്റിമാരോടാണ് ഇഷ്ടം. പക്ഷേ അവൻ പിന്നെ ജീവിതത്തിൽ ഇതുവരെയും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ട്രൈ ചെയ്തിട്ടില്ല. കല്യാണം കഴിക്കേണ്ടി വരുമ്പോഴേക്കും അത് പ്രശ്നമാക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ആ പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായതെന്ന് മോൾ പറഞ്ഞു. അയ്യോ, അതൊക്കെ എന്ത് സ്വഭാവമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവമാണ്, എന്ത് ചെയ്യാനാ. അപ്പോൾ മോളുടെ തീരുമാനം എന്താ? ഞാനും എൻ്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. കാര്യം എനിക്കിതൊന്നും പോരാ. ഈ വട്ടത്തിൽ നിന്ന് കറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു ഗുണവുമില്ല. എനിക്ക് ഭർത്താവിന് വേണം. പക്ഷേ എന്ന് വെച്ച് ഈ ഒരു ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും സഹിച്ചു നിൽക്കാൻ പറ്റില്ല. എനിക്ക് പുറത്ത് പല പമ്പരങ്ങളും കറക്കാനുണ്ട്. അതിന് അനുവദിക്കുമെങ്കിൽ ഈ ദാമ്പത്യ ബന്ധം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഞാനൊക്കെ തുറന്നു പറഞ്ഞു. എൻ്റെ മോളെ, നിൻ്റെ ഹിസ്റ്ററി ഒക്കെ അവനോട് തുറന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തെങ്കിലും ആട്ടെ, വിവാഹമോചനം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ മൂക്കത്ത് വിരലും കൊടുത്തു നിന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എന്തായാലും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങേര് അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അവൻ സമ്മതിച്ചു. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ പോയിക്കോ, എൻ്റെ ബലഹീനതകൾ ആരോടും പറയാതിരുന്നാൽ മതി. നിനക്ക് ആവുന്ന പോലെ എന്നോട് പെരുമാറുക, എനിക്ക് പറ്റുന്ന പോലെ നിന്നോടും അങ്ങനെ ദാമ്പത്യ ജീവിതം അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അയ്യോ, അത് കൊള്ളാമല്ല മോളെ. അതെ, ഞാൻ ആ ഡീലിലേക്ക് എൻ്റെ ഭർത്താവിനെ കൊണ്ടുവന്നു. ഇനി ഞാൻ പഴയ കാമകന്മാരുമായിട്ടൊക്കെ ഇടയ്ക്ക് ഒന്ന് സന്ധിക്കും, അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിലും ഒരാളെയൊന്നും എനിക്ക് പറ്റില്ലെന്ന് ചേച്ചിക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞ് മൂക്കിൽ നുള്ളിയിട്ട് അവൾ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഓടി വന്നിട്ട് പറയുക, വേറെ നല്ലൊരു വാർത്തയുണ്ട്. എന്താ മോളെ ആ വാർത്ത? ചേച്ചി, എൻ്റെ മോഹങ്ങളൊക്കെ സാധിച്ചെന്ന് ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്കും ഞാൻ കൂട്ടു നിൽക്കട്ടെ. എനിക്ക് എൻ്റെ രീതിയിൽ നടക്കാം. അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്യും? അദ്ദേഹം വർഷങ്ങളായിട്ട് ഇങ്ങനെ വല്ലാതിരിക്കുകയല്ലേ. അത് ശരിയാ. അപ്പം ആ പഴയ വേലക്കാരെ കണ്ടുപിടിക്കാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അവർക്കിപ്പോൾ വലിയ
പ്രായമായി കാണില്ലേ? അങ്ങേർക്ക് വേണ്ടത് 40-നും 50-നും ഇടയ്ക്കുള്ള ഒരു ഓർമ്മകളാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്താ മോളെ, അങ്ങനെ ആരെങ്കിലും കണ്ടുപിടിച്ചോ? പിന്നെ കണ്ടുപിടിച്ചു. എന്തിനാ ദൂരെ പോകുന്നത്? ചേച്ചി ഇവിടെ ഇങ്ങനെ നെടുപടിഞ്ഞാറ് നിൽക്കുകയല്ലേ? ചേച്ചി എളുപ്പം. പിന്നെ എന്താ, ചേച്ചി എൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ടുമുണ്ട്. ഒരു വട്ടം ഈ കഥകളൊക്കെ പറഞ്ഞപ്പോഴേക്കും നിന്റെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിയെ പോലെ എന്ന് പറയുകയും ചെയ്തു. ഇനിയിപ്പം ഞാൻ രണ്ടാമത് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ചേച്ചിക്ക് നല്ല കാലം വന്നു. ഇത്രയും കാലം ചേറ് മുങ്ങിക്കിടന്ന അമ്പലക്കുളം ഇതാ തീർത്ഥക്കുളമായി മാറാൻ പോകുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എനിക്കിഷ്ടമല്ല, ഇത്തരം കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാതെ ഞാൻ വെറുതെ ഇരിക്കാമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എൻ്റെ ഭർത്താവ് സുന്ദരനാണ്, സുമുഖനാണ്, ചെറുപ്പക്കാരനുമാണ്. ചേച്ചിക്ക് ഒട്ടും പുളിക്കില്ല. എനിക്ക് സ്വാതന്ത്ര്യം തന്ന അദ്ദേഹത്തെ സൽക്കരിക്കാൻ വേണ്ടി ചേച്ചിയെ ഞാനിങ്ങ് ദത്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ചേച്ചി എൻ്റെ പല ആവശ്യങ്ങൾക്കും എൻ്റെ കൂടെ യാത്ര ചെയ്യേണ്ടി വരും. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടക്കട്ടെ, എനിക്ക് പ്രശ്നമല്ല. അമ്മയോടും അച്ഛനോടും ഞാൻ വാശി പിടിച്ചാണെങ്കിലും ചേച്ചിയെ ഇടയ്ക്ക് കൊണ്ടുപോകും. കാര്യം എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളാണല്ലോ എനിക്കിഷ്ടം. അപ്പോൾ ചേച്ചി എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡിഗ്നിറ്റിയും പോകില്ല, എൻ്റെ കാര്യങ്ങളും നടക്കും, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും നടക്കും. വേണ്ട മോളെ, ശരിയാകില്ലേ? ചേച്ചിക്ക് പേടിയാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇത്ര ഉപദേശിക്കുന്ന ചേച്ചിക്ക് പേടി. ചേച്ചി ഒന്നും സംഭവിക്കത്തില്ല, അല്ലെങ്കിൽ പിന്നെ ഈ വിവാഹബന്ധത്തിൽ നിന്ന് ഞാൻ തിരിച്ചു പോരേണ്ടി വരുമെന്ന് പറഞ്ഞു. വേണ്ട മോളെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ചേച്ചിയോടെ എൻ്റെ കൂട്ടത്തിലങ്ങ് കൂടാൻ പറഞ്ഞു. അവളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ആദ്യം അവളോട് പോയത്. ഒരു ഹോട്ടൽ റൂമിലായിരുന്നു. അവളുടെ ഒരു കാമുകൻ അപ്പുറത്തെ റൂമിൽ അവളെ കാത്തിരിപ്പുണ്ട്. ഹസ്ബൻഡിൻ്റെ മുന്നിൽ എന്നെ പരിചയപ്പെടുത്തിയിട്ട് അവൾ ടാറ്റ പറഞ്ഞ് അപ്പുറത്തേക്ക് പോയി. ചെക്കിനെത്തിരി ചമ്മലുണ്ടെന്ന് എനിക്ക് തോന്നി. ആ മുറിയിൽ ചെന്നപ്പോഴേ അവൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും ചേച്ചിയെ ഒത്തിരി ഇഷ്ടമാണ്, പിന്നെ ഇത്തിരി സ്റ്റാർട്ടിങ് ട്രബിളുള്ള കൂട്ടത്തിലാണ്. ചേച്ചി ഇവിടെ ധൈര്യം കാണിച്ച് മുൻകൈ എടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഈഫൽ ഗോപുരമാണോ അതോ പിരമിഡാണോ എന്ന്. അതോടുകൂടി പുള്ളി വശത്താകും. എനിക്ക് സ്വഭാവം അറിയാമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് തെല്ലൊന്ന് ശങ്കിച്ചെങ്കിലും ഞാൻ അടുത്തോട്ട് പോയി. മോനെ എന്തുണ്ടെന്നൊക്കെ ചോദിച്ച് ഞാനൊന്ന് നോക്കി മാഡം. കാരണം അവൾ തന്ന ധൈര്യമുണ്ട്. പിന്നെ അവൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഓർത്ത് ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ലി ഇതല്ലേ, അപ്പോൾ ഞാനും അതിനങ്ങ് മുൻകൈ എടുത്തു. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, ഈ പെണ്ണാണോ ഈ ചെക്കനെ കുറ്റം പറഞ്ഞത്? ഈ കൊമ്പൻ സ്രാവനയോട് ഉപേക്ഷിച്ചിട്ട് ചെമ്പല്ലിമീനെ പിടിക്കാൻ പോയ അവളെ എന്താ പറയുക എന്ന് ഞാൻ ഓർത്തു. എങ്കിലും ഒന്നും പറയാതെ അവളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യത്തെ കളത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ അതെനിക്ക് രക്ഷയാകുകയായിരുന്നു. ഇത്രയും നാളും ഞാൻ നയിച്ച ജീവിതമല്ല ഇപ്പോഴെനിക്കുള്ളത്. അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ജീവിതം എനിക്ക് ദൈവം തന്ന ഒരു വരദാനമായിട്ട് തോന്നുന്നു. മോളും ഞാനും അവനും തമ്മിലുള്ള ഈ ഒരു രഹസ്യ കരാർ ഒരു പ്രശ്നമില്ലാതെ തുടങ്ങി. ഇപ്പോൾ കുറേ നാളായി. പ്രശ്നങ്ങളില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് അവളും പറയുന്നത്. സത്യമായും എനിക്ക് ലോട്ടറി അടിച്ച് ഒരു പ്രതീതിയാണ്. ആ സന്തോഷത്തിലാണ് മാഡത്തിൻ്റെ ചാനൽ കേൾക്കുന്ന ഞാനും ഈ കഥ, എൻ്റെ കഥ എഴുതി അയച്ചത് വായിക്കുമോ മാഡം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വായിക്കും. അത് നല്ല കാര്യമാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ എങ്കിലും ഇതൊരു കഥയാണല്ലോ, നമുക്കൊരു കണ്ടൻറ്റായി. അതുകൊണ്ട് ഞാൻ വായിച്ചു, അത്രേ ഉള്ളൂ. വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല.